ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വിംബിൾ അക്കാഡമിയിൽ റെമഡിയേറ്റേഴ്സ് ക്ലബിൻ്റെ ഭാഗമായി നടത്തി വരുന്ന പാരന്റ് വെബിനാർ സീരീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് ഷെജീല എന്നാണ്. വിംബിൾ അക്കാഡമിയിൽ റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. റെമഡിയേറ്റേഴ്സ് ക്ലബിൻ്റെ കോർഡിനേറ്ററാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, കുട്ടികളുമായും പാരന്റിങ്ങുമായും ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സൈക്കോളജിസ്റ്റ്, ടീച്ചേഴ്സ്, റെമഡിയൽ ട്രെയിനേഴ്സ് ഒക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ലീഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നിട്ടുള്ള വിംബിൾ അക്കാഡമി ഫൈസൽ സാറിനും ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡെവലപ്പിംഗ് പാരന്റ് ആൻഡ് ചൈൽഡ് കണക്ഷൻ. നമുക്ക് ക്ലാസ് എടുക്കുന്നത് സൈക്കോളജിസ്റ്റും റെമഡിയൽ ട്രെയിനറും സൈക്കോ തെറാപ്പിസ്റ്റും കൂടാതെ വിംബിൾ അക്കാഡമി ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നിസാവ് സാറാണ്. സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ. താങ്ക് യു ഷജീല. താങ്ക് യു സർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താണ് വിശേഷം എല്ലാവർക്കും? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖം തന്നെ. ചന്ദ്ര മാം മോർണിംഗ് സർക്കിൾ ഉണ്ടാവാറുണ്ടോ? ഞാൻ കുറച്ചായി കേറിയിട്ട്. ഞാനും ഇപ്പൊ ഇത്ര ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല സർ, തിരക്കായതുകൊണ്ട്. ഓക്കെ. ഏതായാലും എന്താണ് ചന്ദ്രകല വിശേഷം? സുഖായിരിക്കണം. ഓക്കെ. ഏതായാലും നമുക്ക് ഉച്ച സമയത്ത് ഒരു ക്ലാസ്, ചിലപ്പോ എല്ലാരും ഫ്രീ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ റമദാൻ അല്ലാത്തവർക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലേ? സാറിന്റെ പേര് കണ്ടതോടുകൂടി ചാടി കയറിയതാ. അങ്ങനെ. അത് ശരി, വളരെ സന്തോഷം. മാത്രല്ല ഗ്രാൻഡ് പാരന്റ് ആണ്. ഗ്രാൻഡ് പാരന്റ് കൂടിയാണ് അല്ലേ? എങ്ങനെ അവരിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതായിട്ട് ഇപ്പത്തെ ഗ്രാൻഡ് പാരന്റിന്റെ ഒരു ചിന്ത. ഇപ്പത്തെ കുട്ടികളല്ലേ. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മളെ സന്തോഷവും വിംബിൾ അക്കാദമിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു വിംബിൾ പാരന്റ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഷജീല മാമിന്റെ ഒരു കീഴിലാണ് നമ്മൾ നടക്കുന്നത്. കാരണം ഈ ഒരു ഇതിനെ ഇനിഷ്യേറ്റ് എടുത്ത് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആ റെമഡിയൽ ടീമിന്റെ വലിയൊരു മെമ്പർ ആവുക എന്നൊക്കെ പറയുന്നത് വളരെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ എഫേർട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ അപ്പൊ അത് മനസ്സിലാക്കി അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പീസ്, അതേപോലെ റെമഡിയേഷൻ, അതേപോലെ അവർ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കി കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിൽ ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ നമ്മളെല്ലാം ഈ പറഞ്ഞിട്ടുള്ള റെമഡിയേറ്റേഴ്സും നമ്മൾ ട്രെയിനേഴ്സും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും പാരന്റ് ആണ്. നമ്മളെ കുട്ടികളെ നമ്മളെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ് ഈ ഒരു ജനറേഷനിൽ. നമ്മൾ വന്ന ആ ഒരു സമയത്ത് പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ ഒരു പാരന്റ് പോകുന്നതും കുട്ടികൾ വളർന്നു പോകുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള ടോപ്പിക്കാണ്. എന്നാൽ പോലും കുറച്ചുകൂടി ഇന്ററാക്ട് ആവുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഒരു ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം എന്താണ് ഒരു പാരന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാൻ തന്നെ നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പാരന്റ് ആവുക. അവർക്കിടയിൽ നല്ലൊരു പറഞ്ഞതുപോലെ ഒരു അച്ഛനാവുക, ഉമ്മയാവുക, ഒപ്പയാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് പറയാം. ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസാണ്. കേസോട് തന്നെ തുടങ്ങും. നമുക്കെപ്പോഴും സൈക്കോളജി മേഖല തന്നെയാണല്ലോ. അപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പാരന്റ് പറയുന്ന കുട്ടി കുറച്ചു കാലമായിട്ട് സാധാരണ ബിഹേവിയർ ഇഷ്യൂസ് പറയുന്നത് പോലെ തന്നെ കുട്ടി ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള വാർഡ് വേർഡ്സ് ഉപയോഗിക്കുക. സ്വന്തം അച്ഛനെ പോലും അനാവശ്യമായിട്ട് വിളിച്ചു പറയുന്നു. അതേപോലെ ഞാൻ എന്ത് പറഞ്ഞാലും കുട്ടി കേൾക്കുന്നില്ല. അതേപോലെ പഠനത്തിലൊക്കെ ആള് ഓക്കെയാണ്, സ്കൂളിൽ കറക്റ്റ് ആയിട്ടും. പക്ഷെ പെട്ടെന്നുള്ള ഒരു ബിഹേവിയർ മാറ്റം ഈ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് സാധാരണ നമുക്ക് ഒരു റീസണും ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിന് മുമ്പ് ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് സംഭവിച്ചിട്ടില്ല, സ്കൂളൊന്നും സംഭവിച്ചിട്ടില്ല, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കേസിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ സാധ്യതകൾ നമുക്ക് ഈ പറഞ്ഞു പെട്ടെന്നൊരു ബിഹേവിയർ ഇഷ്യൂസ്? ആർക്കെങ്കിലും? എല്ലാവരും നമ്മൾ നല്ലൊരു മെന്റൽ ഹെൽത്ത് മേഖലയിലെ പ്രൊഫഷണലിസ്റ്റ് ആണ്. ഗസ് ചെയ്യാം പല രീതിയിൽ. നമ്മളോട് പാരന്റ് പറയത്രേ ഉള്ളൂ, എന്റെ കുട്ടി ഇപ്പൊ പറയാൻ കേൾക്കില്ല, അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടൊരു സ്വഭാവം കാണിക്കുന്നു എന്ന്.
അഡോൾസൻസ് ഏജ്, അവരെ ഏജിന്റെ ഒരു അതെ, ഇത് വലിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അഡോൾസെന്റ് ഏജ് എന്ന ഈ ഒരു പോവർട്ടി പീരീഡ് എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവുന്നത്. കാരണം മെയിൻ ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പോവർട്ടി ഞാൻ എടുത്തു പറയാനുള്ളത് 13 വയസ്സ് ഈ കുട്ടിക്ക് ഇപ്പോ ഒരു 1.5 മാസം മുമ്പ് നടന്ന ഫസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് വീട്ടുകാർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കുട്ടിക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ, കാരണം ഇത് ആ ഒരു സമയത്ത് ഓവർ ആയിട്ടൊരു ബ്ലീഡിങ് വന്ന സമയത്ത് ഇവർ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയി എന്നാണ് പാരന്റ് പറയുന്നത്. കാരണം ഈ ഒരു ഇമോഷണൽ സ്റ്റേജ് കുട്ടിക്ക് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ആ പാരന്റ് കഴിഞ്ഞില്ല. കാരണം എന്താണ്, കുട്ടി തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാനൊരു പെണ്ണായി വരുന്നു, എനിക്ക് എന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാ, സ്വന്തം മനസ്സിലാക്കേണ്ടത് എന്താണ് വീട്ടുകാർ തന്നെയാണ്, അച്ഛനും അമ്മയാണ്. അവരെന്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നില്ല, എന്റെ പെയിന് മനസ്സിലാക്കുന്ന, അതിന് പറ്റിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നില്ല. കുട്ടിക്ക് അതിനുശേഷം കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച് ആയി. ഇതേ സമയത്ത് ആ പാരന്റ് വിചാരിക്കുക എന്റെ മകൾക്ക് ഇന്ന ദിവസം സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 7 days 10 ഡേയ്സിന്റെ കുട്ടിക്ക് നല്ല രീതിയിൽ അമ്മ വിചാരിക്കുകയാണ്. സ്വന്തം അച്ഛന്മാർ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരില്ല. അപ്പൊ സ്വന്തം അമ്മ പോലും ആ കുട്ടിയെ മനസ്സിലാക്കാതെ രീതിയിൽ വരുന്ന സമയത്ത് പല പ്രയാസങ്ങളും കുട്ടി, എന്നിട്ട് പരാതി എന്താണ് കുട്ടിക്കാണ്, കുട്ടി എന്നോട് മോശമായിട്ട് സ്വഭാവിക്കുന്നു. പക്ഷെ നമ്മൾ ടെക്നിക്കലി ആയി ഉപയോഗിക്കുന്ന പിന്നെ ഒരു റീസൺ എന്തായാലും ഉണ്ട്. ആ റീസൺ ആണ് കുട്ടിയുടെ മെൻസ്ട്രൽ പീരീഡ് എന്നത്. ഇതേപോലെ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മളെ മക്കളുടെ ഫിസിക്കലി ആയിട്ടും ഇമോഷണലായിട്ടും കൊഗ്നിറ്റീവ് ആയിട്ടും സോഷ്യലായിട്ടും അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്നതാണ് എന്റെ മക്കൾ നല്ല രീതിയിൽ വളരാൻ, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം, ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആ ഒരു സപ്പോർട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട്, അല്ല ചില സാഹചര്യം കിട്ടാനില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുമോ എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് പറയുന്നു അത് പാരന്റ് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ടേം തന്നെ പോകുന്നത്. അപ്പോ ഇതിൽ നമുക്കൊരു പാരന്റ് ഒരു കുട്ടി എന്ന റിലേഷൻഷിപ്പ് തുടങ്ങണമെങ്കിൽ തന്നെ ഇമോഷൻ ഡെവലപ്മെന്റ് ആണ് ആദ്യമാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഭ്രൂണത്തിൽ അതിന്റെ കാര്യങ്ങൾ വളർന്ന സമയത്ത് തന്നെ ഒരു അമ്മയും കുട്ടിയും, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു കപ്പിള് തന്നെ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരു അച്ഛനാവാനുള്ള സന്തോഷം അയാൾക്ക് തുടങ്ങുന്നു, ആണുങ്ങൾ തുടങ്ങുന്നു. അതേപോലെ പിന്നെ ആ സ്ത്രീക്കും ഞാനൊരു അമ്മയാകുമ്പോൾ അവിടെ തന്നെ റിലേഷൻഷിപ്പ് തുടങ്ങുകയാണ്. പിന്നെ ആ കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിയുടെ ഓരോ കൈയും കാലും അനങ്ങുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്തു പുതിയൊരു ജീവിതത്തിന്റെ ഒരു അനുഭവം. കാരണം ഇതുവരെ ചെയ്യാത്ത ശീലങ്ങളൊക്കെ അമ്മയ്ക്ക് മാറുന്നു, അച്ഛന് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വാങ്ങുന്നു, ഇതുവരെ വാങ്ങാത്ത കളിപ്പാട്ടങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു, കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇതേപോലെ നമ്മളെ കുട്ടികൾ വരുന്ന സമയത്ത് ഒരു 5 വയസ്സ് 6 വയസ്സ് വരെ നമ്മൾ കുട്ടിയെ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല? കാരണം 5 വയസ്സ് വരെ കുട്ടി രാജ്ഞിയെ പോലെ രാജാവിനെ പോലെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് മോശമായിട്ടൊരു സ്വഭാവം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടിക്ക് ADHD വരുന്നത്? എന്തുകൊണ്ടാണ് ODD വരുന്നത്? ഇതൊക്കെ പലതരത്തിലുള്ള കാരണം ഇവിടെ പ്രധാനമായിട്ട് റീസൺ എന്താണ്? കുട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള വികാരങ്ങളെ നമ്മൾ പാരന്റ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ വികാരങ്ങൾ, കുട്ടിയുടെ ഇമോഷൻസ് കറക്റ്റ് സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല, ഡിപ്രഷൻ ഉണ്ടാവില്ല, ഇനി OCD പ്രോബ്ലംസ് ഒന്നും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അവർ പറഞ്ഞതുപോലെ പല കേസുകളും നമ്മളോട് പറയുന്നത് എന്റെ കുട്ടിക്ക് റെമേഡിയേഷൻ ചെയ്ത് അവന് കുറച്ച് ADHD ഉണ്ട് അല്ലെങ്കിൽ ODD ഉണ്ട് എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് വരുന്നത്? പാരന്റ് ആ ഒരു ശൈലി കൊണ്ട് തന്നെ, ജീവിതശൈലി കുട്ടീനെ പലതരത്തിലും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്നതല്ല, നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നതാണ്, നമ്മൾ പഠിച്ചു കൊടുക്കുന്നതാണ്. ആ ബിഹേവിയർ നമുക്ക് മാറ്റാൻ പറ്റുന്നതുമാണ്, മാറ്റിയെടുക്കാൻ പറ്റുന്നതുമാണ്. കുട്ടിക്ക് ഒരു വാശി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. ആരാ പറഞ്ഞത്? എന്തിനാണ് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള റെമേഡിയേറ്റർ എന്തിനാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഓടുന്നത്? നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല, പിന്നെ അവർക്ക് മാറ്റാൻ പറ്റുമോ? അവരെപ്പോഴും ഒരു സപ്പോർട്ടേഴ്സ് മാത്രമാണ്. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ മാത്രമാണ്. അത് നമ്മൾ കൂടി മനസ്സിലാക്കണം. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഞാനൊരു കൗൺസിലറാണ്. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്റെ കുട്ടിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ മാറ്റിത്തരുന്ന ഉത്തരവാദിത്തം എനിക്കല്ല, പാരന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ കൊടുക്കുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന പാരന്റിന് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്.
99% നിങ്ങളുടെ അടുത്താണ് സാധ്യത സക്സസ് ഉള്ളത്. 1% മാത്രമാണ് നമുക്കുള്ളത്. അത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി മറ്റൊന്നാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുക. കുട്ടികളെ ചിന്തകൾ. ഒരു കുട്ടി എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കുട്ടിയുടെ സ്വഭാവത്തിലൂടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കുട്ടി മോശമായിട്ടുള്ള സ്വഭാവം പഠിപ്പിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടുന്നോ കേട്ട് പഠിച്ചതാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു നല്ല രീതിയിൽ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും അത് വായിക്കാനും മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും. ഇപ്പൊ ഒരു കുട്ടി വീട്ടിൽ വിരുന്നുകാരുന്ന സമയത്ത് കുട്ടികളോട് ഒന്ന് മാറി നിൽക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ അവരെ വിരുന്നുകാരായിട്ട് സംസാരിക്കട്ടെ, പുതിയ ആളുകളുമായിട്ട് സംസാരിക്കട്ടെ, അവർക്കൊരു വ്യക്തിയായിട്ട് കുടുംബത്തിൽ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ആൾ കാണുമ്പോൾ തട്ടിക്കേറുക, ഈ ക്ലാസ് റൂമിൽ ബഹളങ്ങൾ ഉണ്ടാക്കുക, ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. നമ്മൾ പാരന്റ് എന്ന നിലയിൽ നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനിച്ച ഒരു വയസ്സ് മുതൽ തന്നെ നമ്മളെ കേൾവിയും കാര്യങ്ങളൊക്കെ കുട്ടി തിരിച്ചറിയും. നമ്മുടെ ആ പാരന്റ് എന്താണെന്ന് കുട്ടി തിരിച്ചറിയുന്ന ഒരു വയസ്സാണ്. ആ വയസ്സ് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നതാണ് ആളുകൾ പെരുമാറേണ്ട രീതി, ഇങ്ങനെയാണ്, ഇന്ന രീതി, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞങ്ങൾ വാങ്ങിച്ചു തരിക, അതിന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതാണ് നിനക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് കരുതുക എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾ ഈ കുട്ടികളുടെ മുമ്പിൽ ഈ ഒരു ചെറു പ്രായത്തിലെ കുട്ടികൾക്കിടയിൽ വന്ന് അവരുടെ ചിന്താഗതികളൊക്കെ മാറാനുള്ള സാധ്യത, നല്ലൊരു ചിന്താഗതി വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അടുത്തോ നമ്മളെ കുട്ടികളെ കൊണ്ടുപോരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി മറ്റൊന്നാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. പാരന്റ് തന്നെ പഠിപ്പിക്കണം മറ്റുള്ള ഒരാളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും തന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും സ്വയം പാരന്റ്. കാരണം സ്വന്തം ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള കുട്ടികളായിരിക്കും. 50 കുട്ടികളും 50 അച്ഛനമ്മമാരെ കുട്ടികൾ, ഒരേ സ്വഭാവത്തിലുള്ള കുട്ടികളല്ല അവിടെ ഉണ്ടാവുക. അത് ടീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ മറ്റൊരു കുട്ടിയെ തന്റെ മകനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് അവനെ 2 എണ്ണം കൊടുക്കാൻ പറഞ്ഞതിന് പകരം എന്തുകൊണ്ട് തന്റെ കുട്ടിയെ ഉപദ്രവിച്ചു, ഇവൻ അറിയാതെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി പോയിട്ടുണ്ടോ, ഒന്ന് പിച്ചി പോയിട്ടുണ്ടോ, അവന്റെ പൂക്ക് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ കാരണങ്ങൾ അന്വേഷിക്കാതെ ആ കുട്ടി അവനെ അടിച്ചു എന്നതിന്റെ കാരണം പേരിൽ പറയും ആ കുട്ടിക്ക് ADHD ആണ്. പിന്നീട് ആ കുട്ടിയെ മാറ്റി നിർത്തുന്നു. ടീച്ചേഴ്സ് പറയാണ്, ടീച്ചർ കണ്ടിട്ടൊന്നുമില്ല, മറ്റൊരു കുട്ടി വന്ന് പറയണം അവനെ എന്നെ അടിച്ചു. അപ്പൊ മറ്റുള്ള കുട്ടികൾ ഏറ്റു പറയാം അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, മറ്റുള്ള കുട്ടികൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊരു തവണ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു തവണ സംഭവിച്ചൊരു കുട്ടിയുടെ എന്ത് ചെയ്യും, അവിടെ പാരന്റിനോട് വിളിച്ചു പറയും നിങ്ങളുടെ കുട്ടിക്ക് എന്തോ ബിഹേവിയർ ഇഷ്യൂസ് ആണ്, ADHD ആണ്, നാളെ തന്നെ ഒരു കൗൺസിലർക്ക് കൊണ്ടുപോയിക്കോളൂ. അവന് പഠനത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാവില്ല ടീച്ചേഴ്സിന്റെ. കാരണം ടീച്ചേഴ്സ് വിചാരിക്കുന്നത് എന്താണ്, എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല, എന്റെ തലേന്നും ആ കുട്ടിയെ ഒഴിവായി കിട്ടണം എന്നുള്ളത്. അപ്പോ ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് സോഷ്യൽ ബിഹേവിയറിൽ വരേണ്ടത്. കാരണം നമ്മളെ കുട്ടികളെ മറ്റുള്ള കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാണ് മോശമായിട്ടുള്ള ഒരു എഫക്ട് സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള ആളുകൾ എന്താണ് മോഡലായിട്ട് കാണാനും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ എന്താണ് പാരന്റിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കുട്ടികളായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഈ പറയുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേസമയത്ത് എന്റെ മക്കളതൊന്നും ഞാൻ നോക്കുന്നില്ല. അതിനെന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ സ്വന്തം കുടുംബത്തില്, നമ്മൾ റെമഡിയേറ്ററോ പ്രൊഫഷണൽ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാതെ നാട്ടുകാരെ നന്നാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് പഠിച്ചത് നമ്മൾ തിയററ്റിക്കലി ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പക്ഷെ പ്രാക്ടിക്കലി അവിടെ നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളത്, നമ്മളിപ്പോ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ള എല്ലാവരും ഇനി എവിടെ മേഖലയിലാണെങ്കിലും മറ്റുള്ള മക്കളെ നമ്മൾ നന്നാക്കാൻ പോകുന്നതിന് പകരം സ്വന്തം കുടുംബത്തിലെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ, തന്നോട് മക്കളുമായിട്ട് ആ റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, സംസാരിക്കുന്ന നല്ല രീതിയിലാണോ, ഞാൻ എത്ര സമയം എൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്, അവരോട് എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയാറുണ്ടോ, അവർ വ്യക്തിയായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ കാണാറുണ്ടോ, അവർക്കെല്ലാം ഓപ്പണായി സംസാരിക്കാൻ ഒരു അവസരം കുടുംബത്തിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതേപോലെ നിങ്ങൾ പല ക്ലാസ്സുകളും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എത്ര കേട്ടാലും നമ്മൾ പഠിക്കാത്തൊരു സാധനമാണ് ഇതൊക്കെ. നമ്മൾ ഒരിക്കലും മാറാൻ തയ്യാറല്ല. കാരണം നമ്മൾ പഠിച്ച ഒരു ശീലമുണ്ട്, ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സൈക്കോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന തെറാപ്പിയിൽ ഈ ഒരു കോർ ബിലീഫ് തെറ്റായിട്ടുള്ള ഒരു നമ്മൾ ചെറുപ്പത്തിൽ കുറേ പഠിച്ചിട്ടുള്ള ശീലങ്ങളുണ്ട്.
അത് തന്നെ നമ്മളെ മക്കൾക്ക് കൊടുക്കണം എന്നുള്ളതായിട്ട് പൂർണ്ണമായിട്ട് ഒരു ഓൾറെഡി പാരന്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുറെയൊക്കെ മാറി മാറി വന്നതിന് ശേഷം എന്നാലും ആ ഒരു ബിലീഫ് സിസ്റ്റം എന്താണ് ആളുകൾക്ക് മാറ്റാതെ തന്നെ അവരെ മനസ്സിലുണ്ടാവും. നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നെങ്കിലും പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമെങ്കിലും ഒരു പാർട്ടിൽ എന്താണ് നമ്മൾ ആ കോർ ബിലീഫ് അങ്ങനെ ഒരു സൈഡായിട്ട് നിൽക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു വേ കൂടെ സഞ്ചരിക്കാൻ അവിടെ ആർക്കും പറ്റില്ല. അപ്പൊ ഇത് സോഷ്യൽ ഡെവലപ്മെന്റിനെ സഹജമായിട്ട് ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നാണ് ബിഹേവിയർ റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരു കുട്ടി ഒരാളോട് മോശമായിട്ട് സംസാരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്തെങ്കിലും ഒരു ബിഹൈൻഡ് ആയിട്ടുള്ള റീസൺ പല പാരന്റ് നമ്മളോട് പറയുന്നത് വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ അവനെ നല്ല നോക്കുന്നു, അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവൻ വളരെ ആക്റ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. പക്ഷെ ഒറ്റ പ്രശ്നമാണ് കുറച്ച് മൊബൈൽ അധികം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന റീസൺ എന്താണ്? ആരാണ് ആ മൊബൈൽ വാങ്ങിക്കൊടുത്തത്? അത് ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? സ്വന്തം വീട്ടുകാർ തന്നെ. അമ്മ അല്ലെങ്കിൽ ഉമ്മ ഒരു സൈഡിൽ നിന്ന് മൊബൈൽ നോക്കി കൊടുക്കും, അതിന്റെ അപ്പുറത്തുനിന്ന് വീട്ടിൽ എത്ര കുട്ടികളുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാനൊരു റെമഡിയേഷന് ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ പോയൊരു കുട്ടിക്ക് ഞാൻ ചെയ്ത സമയത്ത് റെമഡിയേഷൻ അല്ല, കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അഗ്രസീവായിട്ട് പ്രശ്നം നോക്കുന്ന സമയം 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ആണ് കുടുംബത്തിൽ. എല്ലാവരും 2-3 വയസ്സിന്റെ ഡിഫറൻറ്റ് ആണുള്ളത്. ഏകദേശം മൂത്ത കുട്ടി തന്നെ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹം അറിയാം, ചെറിയ കുട്ടിയൊക്കെ വരുന്ന 1ാം ക്ലാസ് 2 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എല്ലാവർക്കും കയ്യിലും ഓരോ മൊബൈലാണ്, അതും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏതായാലും ഐഫോൺ ഒന്നല്ല എന്നാലും നല്ല വിലയുള്ള മൊബൈൽ LKG പഠിക്കുന്ന 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വരെയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്നിട്ട് പരാതി ആരാ? മക്കൾക്കാണ് പരാതി. പ്രശ്നം കുട്ടികൾ പഠിക്കുന്നില്ല, ഫുൾ ടൈം മൊബൈലാണ്. ഇതാരാണ്? അപ്പൊ ഇതേപോലെ നമ്മൾ എന്താണോ കുട്ടീൻ്റെ ഒരു ബിഹേവിയർ പഠിക്കുന്നത് അതേ കുട്ടി ശീലിപ്പിക്കും. അപ്പൊ മാക്സിമം എന്താണ്, നമുക്കിപ്പോ ഇപ്പോഴത്തെ കാലത്ത് മൊബൈലൊന്നും നോക്കാതെയും കുട്ടികളെ വളർത്താൻ പറ്റില്ല, അതൊരു മറ്റൊരു സത്യം. എങ്കിൽ പോലും ഫിക്സഡ് ടൈം നമ്മളൊരു കുട്ടിക്ക് ഉണ്ടായിക്കുന്നത് അത് എല്ലാത്തിനും ഒരു റൊട്ടൈനെ നമ്മൾ പഠിക്കാൻ എത്ര സമയം ഇരുന്നിട്ടില്ലെങ്കിലും ആ ഒരു അരമണിക്കൂറിനെങ്കിലും 10 മിനിറ്റെങ്കിലും കുട്ടി ആ ബുക്കുമായിട്ട് ഇരിക്കാനുള്ള ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ പാരന്റ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. എല്ലാവരും പഠനം പഠിക്കും മാത്രമല്ല, അതിന്റെ കൂടെ കളിയും ചിരിയും എല്ലാം കൂടി ഫിക്സഡ് ആയിട്ടുള്ളതും അവിടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ. എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, അച്ഛനും അമ്മയും എന്നോട് പറയാതെ തന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ബുക്ക് എടുത്തോളാം, ഹോംവർക്കുകൾ ചെയ്തോളാം എന്നത് ഇതിലൂടെ വരുന്ന സമയത്ത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, പഠിക്കേണ്ടത് എനിക്ക് ആവശ്യമുള്ളത് കാര്യം, ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള ഒരു തോട്ടിനെ നമ്മൾ പാരന്റ് ഇപ്പൊ നിലവിൽ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ട് ആ ബിഹേവിയർ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വളരെ രീതിയിൽ നമ്മൾ കുറെ ചെറിയ ചെറിയ മാറ്റം, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കത്തുന്ന സമയത്ത് നല്ല മാറ്റങ്ങൾ നമ്മളെ കുട്ടി സ്വഭാവത്തിൽ വരാണ്ട സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം ഇപ്പോ ഒരു 5-6 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നല്ല മോശമായിട്ടുള്ള പൊട്ടിത്തെറിയും കളിയും ചിരിയും ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ കളിയും ചിരിയും കുട്ടിയുടെ ആ ലോകത്തേക്ക് നമ്മൾ വിടുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും അതിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ആ കുട്ടിക്ക് നിലവിൽ എല്ലാ ബിഹേവിയറും നമുക്ക് മാറ്റാൻ കഴിയണമെന്നില്ല. പക്ഷെ നമ്മൾ എന്താ ശ്രദ്ധിക്കുക, ആദ്യം കൊണ്ടുപോയിട്ട് റെമഡിയേറ്റ് ഏൽപ്പിക്കും, ഇവനൊന്ന് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവരെ സ്വഭാവം മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത്, നല്ല രീതിയിൽ പഠിക്കാനിരിക്കുന്നില്ല, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ലെസൺ അവര് കറക്റ്റ് ലെസൺ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കും, കുട്ടീനെ നല്ല രീതിയിൽ കൊണ്ടുപോകും. പക്ഷെങ്കിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പഠനം നമുക്ക് കുട്ടിയുടെ ഇഷ്ടം പോലെ ആ ഒരു ബ്രെയിൻ സിസ്റ്റമാണ്, അത് കുട്ടിക്ക് ഒരു ലെവലിൽ എത്തുമ്പോൾ സമയത്ത് ആ ഡെവലപ്മെന്റ് കുട്ടി മാറിക്കോളും. പക്ഷെ ഇപ്പൊ നിലവിൽ ആ സ്വഭാവം എന്നാൽ കുട്ടി മറ്റുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്, അതെന്തുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തുക. അതിലൂടെ കുട്ടിക്ക് ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് വളർത്താൻ കഴിയണം. അതേപോലെ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി കുട്ടി കണ്ടെത്തണം. അതേപോലെ തനിക്ക് എന്തെങ്കിലും മറ്റു തരത്തിലെ വിമർശനങ്ങൾ വന്നാൽ, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നാൽ ഇതിലൂടെ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതൊക്കെ എവിടെയാ മനസ്സിലാകുക, താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ മോശമായിട്ടുള്ള സ്വഭാവമുണ്ട്, അത് പാരന്റ് കണ്ടെത്തിയിട്ടുണ്ട്, പാരന്റ് കണ്ടെത്തി അതിലൂടെ എനിക്ക് ഉപദേശങ്ങൾ തരുന്ന, അതിലൂടെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ള
ഒരു ബോധം നമ്മൾ അവിടെ ഒരു അടിയും പിടിയും ഒരുപാട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റും അല്ല, കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ അവിടെ വേണ്ടത്. നമ്മുടെ കുട്ടികളെ ഒരു സ്കൂൾ വിട്ട് കുട്ടി നേരെ ഓടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വേഗം അവിടെ വെക്ക്, അപ്പുറത്തെ അവിടെ പൈപ്പിന്റെ ചോട്ടിൽ പോയി കാല് കൈ ഇങ്ങോട്ട് കയറിയാൽ മതി. ഇത് തന്നെ ആദ്യത്തെ ഒരു ഉപദേശം. പിന്നെ ആ കുട്ടി ആ ദിവസം ആ പുസ്തകം എടുക്കുമോ? ഇല്ല, നേരെ പോയിട്ട് കാലും കഴുകില്ല കൈയും കഴുകില്ല, നേരെ പോയിട്ട് പിന്നെ മൊബൈൽ എടുക്കും. അപ്പോ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അവിടെ നിന്ന്. അടുത്തത് ഇതേ സമയത്ത് ആ കുട്ടി കയറി വന്ന കുട്ടിയുടെ ബാഗൊക്കെ ഒന്ന് വാങ്ങി ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എല്ലായ്പ്പോഴും സമയമില്ല എങ്കിൽ പോലും ആഴ്ചയിൽ ഒരു തവണ സ്കൂൾ വിട്ട സമയത്ത് തന്റെ മക്കളോട് ഒരു 5 മിനിറ്റ് ഇരുന്ന് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചിട്ട് രണ്ടുപേരും കൈയോ കാലോ കുടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ, കാരണം ഇത് ഞാൻ ശരിക്കും പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ കുടുംബത്തിന്റെ മോക്ക് ഭയങ്കര ദേഷ്യം വരാൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ കുട്ടികളുമായി നല്ല രീതിയിൽ അടുത്ത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവമൊക്കെ മാറി കിട്ടും. അപ്പോ പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ആരോ ഒരാൾ എന്നോട് സംശയം, ഈ പിന്നെ കുട്ടികള് ഒരു 11-12 വയസ്സുള്ള കുട്ടികൾ കുളിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ്. അതേപോലെ പിന്നെ അവർ കുളിക്കാൻ പറഞ്ഞാൽ രാവിലെ ടീച്ചറാണ് ഇപ്പൊ ചോദിച്ചിട്ട് ഈ ക്ലാസ്സിലെ കുട്ടികൾ ഒറ്റൊന്ന് കുളിക്കാതാണ് വരുന്നത്. അപ്പൊ അവരോട് റീസൺ ചോദിക്കുന്ന സമയത്ത് പറയും ഭയങ്കര തണുപ്പാണ്, നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ, വൈകുന്നേരം പോയി കുളിച്ചാൽ. പക്ഷെ ഇതേ സംഭവം എന്താണ് പല വീടുകളും നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, പാരന്റ് ഇവര് രാവിലെ കുളിക്കാൻ എന്തുകൊണ്ടായിരിക്കും ഇവർ പെൺകുട്ടികളാണ് ആൺകുട്ടികൾ കുളിക്കാതെ പോകുന്നത്? അവർക്കിടെ ഇമോഷൻസും നമ്മൾ പറഞ്ഞതുപോലെ പേഴ്സണാലിറ്റിയും സോഷ്യലും ഒക്കെ എന്താണ് എല്ലാം ബോഡിയിൽ ഒരു സമയത്ത് ഇഫക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിനവർ ഫീൽ ചെയ്യുന്നത് എന്താണ്, ആ ഒരു വെള്ളത്തെ അല്ലെങ്കിൽ രാവിലെ കുളിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെ ഒരു തണുപ്പ് എന്നുള്ള ഒരു ഇമോഷൻസിനെ മാത്രമാക്കിയ ഒരു ഫീലിങ്സ് ആയിട്ട് അവർ കാണുന്നു. അതേ സമയത്ത് കുട്ടി ആള് ഓക്കെയാണ്, നമ്മൾ പറഞ്ഞ എല്ലാവിധ സപ്പോർട്ടും കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവിധ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ആകുമ്പോൾ നല്ല കുട്ടികളായിട്ട് അവിടെ വളരും. ഇതേപോലെ ഈ ഒരു കുളിക്കാതിരിക്കുക അങ്ങനത്തെ സ്വഭാവം ഓട്ടോമാറ്റിക്കായി വരുന്നതൊന്നും അല്ല, പഠിച്ചെടുക്കുന്നൊന്നുമല്ല. ഇത് മറ്റൊന്നിൽ നിന്നും കുട്ടി തന്നെ ഹൈഡ് ചെയ്യാൻ വേണ്ടി, ഒരു ആങ്സൈറ്റി ഹൈഡ് ചെയ്യാനോ തന്റെ ഫീലിങ്സിനെ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുടുംബത്തിലെ പാരന്റ് ഒന്നുകൂടി പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയോ ചെയ്യുന്ന ഒരു ബിഹേവിയർ മാത്രമാണ്. അതല്ലാതെ കുട്ടിക്ക് ലൈഫ് ലോങ് ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് വൈകുന്നേരം കുട്ടി കുളിക്കുന്നു? ആ സമയത്ത് കുട്ടി വെള്ളത്തിൽ തണുപ്പില്ലേ? അല്ലെ രാവിലെ ഉറക്കത്തെ എഴുന്നേറ്റാണ് കുട്ടിക്ക് കറക്റ്റ് സമയം, രാവിലെ 6 മണിക്കൊന്നും സ്കൂളിൽ പോകുന്നില്ല, 8 മണി 9 മണി വരെ ഇല്ലേ? ആ ഒരു സമയത്ത് കുട്ടിക്ക് നേരത്തെ എണീറ്റാൽ പോലും കുട്ടി കുളിക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നില്ല? കുട്ടി കുളിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്പിന് നമുക്ക് എന്താണ് നല്ലൊരു പാരന്റിൽ നിന്ന് ഷേപ്പ് ചെയ്ത് അവർ സെൽഫ് എസ്റ്റീം പിന്നെ കൂട്ടിയിട്ട് അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അവരെ കുറിച്ചുള്ള തിരിച്ച് അവർക്ക് ഉണ്ടായി കൊടുക്കണം. ക്രിറ്റിസിസം ഉണ്ടാവും, ഏത് കുട്ടികളാണെങ്കിലും പഠനത്തിലും ഏതിലും അവർക്ക് ചിലപ്പോൾ വിമർശനങ്ങൾ നേടാൻ സാധ്യത ക്ലാസ് റൂമിലുണ്ടാവും, പുറത്തുണ്ടാവും. പക്ഷെ അവർക്ക് അത് കറക്റ്റായിട്ട് സപ്പോർട്ടീവായിട്ട് നമ്മൾ ആ ക്രിറ്റിസിസം എന്തിനാണ് എങ്ങനെയാണ് പറയുന്നത് വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പ്രയാസങ്ങൾ വളരെയധികം കുറയാനുണ്ട്. പിന്നെ അതേപോലെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണ്. മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയും പ്രധാനമായും സബ്സ്റ്റൻസ് അബ്യൂസ് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും. ആൺകുട്ടികളാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടില്, എന്റെ നാട്ടിൽ തന്നെ കൊടുവള്ളി ആ ഒരു സ്കൂളുമായിട്ടുള്ള ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കണക്ക് പ്രകാരം ഒരു 6 മാസം മുമ്പ് ഞാൻ കേട്ടതാണ്, പെൺകുട്ടികളാണ് ഡ്രഗ്സ് അബ്യൂസിൽ കൂടുതൽ പോകുന്നത്, പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അതും 8ാം ക്ലാസ്സിലും 9ാം വയസ്സുള്ള പഠിക്കുന്ന പെൺകുട്ടികൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? കറക്റ്റായിട്ട് ഒരു രസത്തിനായിരിക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉപയോഗിച്ച് നോക്കാന്ന് പറയും. പിന്നീട് എന്താണ് ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടീം തന്നെ, ഒരു കോർ ടീം തന്നെ ഇതിന്റെ ബിഹൈൻഡ് ആയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ സിഗരറ്റും കുട്ടികളെ മുമ്പിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ, പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മൾ കാരണം പഠിക്കുന്നതല്ലേ? കാരണം ഒരാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് അല്ലെ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ ഉപദേശിക്കുന്നു, നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ കുട്ടി പുറത്തുനിന്ന് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം ആരും അറിയില്ല, ഞാൻ ഉപയോഗിച്ചാൽ ഈ ഒരു സംഭവം എന്റെ വീട്ടുകാർ അറിയില്ല എന്നത് തുടക്കത്തിൽ രസത്തിനുണ്ടാവും. പിന്നെ ഞാൻ ഈ ചെക്കന്മാരാതെ ചോദിക്കാം, നീ ഒന്ന് ഉപയോഗിച്ചോക്കണം, ഇതിന്റെ ഇത് വളരെ വേറൊരു വൈബാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ കാലല്ലേ. അപ്പൊ ആ ലൈവിലൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ ഉപയോഗങ്ങൾ കൂടും, അതിന് അഡിക്ഷൻ ആയി കഴിഞ്ഞ് വീട്ടിലുള്ള സ്വഭാവം മാറുന്നവരാണ് പ്രശ്നങ്ങളും കത്തിക്കുത്തും ഇത് പറയാൻ അറിയുന്ന നമ്മളെ പാരന്റ് അറിയാം, എന്റെ മകൻ എന്തോന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, സംശയമുണ്ട്, അതുകൊണ്ടാണ്. ചില പാരന്റ് പറയും ഈ ഒരു സമയം മൊബൈലിൽ കൂടെ അഡിക്ഷൻ ആയി കിട്ടുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ റീസണിൽ ഏതെങ്കിലും തരത്തിൽ സബ്സ്റ്റാൻസ് അബ്യൂസുകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ
അതായത് വീട്ടിലൊരു ടിവിയോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ന്യൂസുകൾ നിരന്തരമായിട്ട് നമ്മുടെ മക്കൾ ഇതുമായിട്ട് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഫാമിലിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസുകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ. അപ്പോൾ കാരണം ഒരു ദിവസം ഏതെങ്കിലും വീട്ടിൽ ന്യൂസ് കാണുകയാണെങ്കിൽ ആ കുട്ടികൾ വന്നിരുന്ന ന്യൂസ് അവിടെ മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടതായി. എന്തുകൊണ്ട് ന്യൂസ് മാറ്റി? അവരും കേൾക്കട്ടെ, ഇതൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളല്ല. പിന്നെ അതേപോലെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്പൊ ഒരു കുട്ടി, തന്റെ കുട്ടി രാവിലെ 9 മണിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കറക്റ്റ് സ്കൂളിൽ എത്തുന്നുണ്ടോ? എത്ര പാരന്റ് വിളിച്ചു ചോദിക്കുന്നു, എത്ര പാരന്റ് ചോദിക്കുന്നുണ്ട് ക്ലാസ് ടീച്ചർ എന്റെ മകൻ അവിടെ വന്നിട്ടുണ്ടോ, എന്റെ മകൾ അവിടെ വന്നിട്ട്. ഇപ്പോഴത്തെ ക്ലാസ് എന്റെ കോഴിക്കോട് സിറ്റിയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അറിയാം, 8 മണി കഴിഞ്ഞാട്ടും യൂണിഫോമിലുള്ള ഒരുപാട് കുട്ടികൾ കറങ്ങി നടക്കുന്നു, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. എന്തുകൊണ്ട്? സ്വന്തം പാരന്റ് അന്വേഷിക്കുന്നില്ല. തന്റെ മകള് 5 മിനിറ്റ്, 5 മണിയായിട്ടും മാക്സിമം 5 മണി, ട്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 6 മണി. അപ്പൊ ഈ ഒരു 6 മണിയായിട്ടും തന്റെ മകള് അല്ല മകൻ എന്തുകൊണ്ട് വീട്ടിലെത്തുന്നില്ല? അതേപോലെ അത് സിറ്റിയിലുള്ള കുട്ടികളല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പീരിയൻസ്, അതേ ഞാൻ 8-8:30ക്കാണ് ആ ലാസ്റ്റ് ബസ്സിൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് എന്റെ നാട്ടിലേക്ക്. അപ്പൊ ആ ബസ്സിൽ ഒരു 15-20 ആൺകുട്ടിയും പെൺകുട്ടിയും എന്റെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ ഉണ്ട് വരുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകളല്ല, ഇതൊന്നും പാരന്റ് അന്വേഷിക്കുന്നില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അവരെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈലിൽ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടല്ല, പിടിച്ചു പറിക്കല്ല വേണ്ടത്. കാരണം കറക്റ്റ് ആയിട്ട് എന്താണ് അവർക്ക് ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുക. കറക്റ്റ് സമയത്ത് എത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അത് കറങ്ങി നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് തന്നെ ബാധിക്കുക, ഇങ്ങനെ പലത്. അതാണ് ഒരു കോപ്പിംഗ് സ്കില്ലുകളായിട്ട് നമ്മൾ പറഞ്ഞു മനസ്സിലായിക്കൊണ്ട് അവര് ചെയ്യുന്നതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് കാണാതെ അതിലൂടെ നമുക്ക് ആ പ്രോബ്ലംസിനെ തന്നെ നല്ല രീതിയിലേക്ക് മാറ്റാൻ നമ്മളെ കുട്ടികൾക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലൊരു പാരന്റ് ആണ്. അത് നമുക്ക് തന്നെ ഒരു എപ്പോഴും കോൺഫിഡൻസ്, എന്റെ മകന് അല്ല എന്റെ മകള് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ആളുകൾ പെരുമാറ്റുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ആ കുട്ടി വളർന്ന് ഏകദേശം അതേ ഒരു 25-30 വയസ്സാകുമ്പോഴാണ് ആ ഒരു ഫീലിങ്സ് നമുക്ക് യഥാർത്ഥ പാരന്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറയും. ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം അയാള് ശരിക്കും ആ ഒരു സമൂഹത്തിലേക്ക് ഒരു ജോലി കയറി ഒരു കല്യാണം കഴിഞ്ഞ് തന്റെ പാരന്റ് കൂടെ ജീവിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് അവിടെ ഏറ്റവും വാല്യൂബിൾ ഒരു പാരന്റ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ കറക്റ്റ് ആയിട്ട്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സൈക്കോ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു കേസ് പോലെ പെൺകുട്ടികളാണെങ്കിൽ 10-11 വയസ്സായി കഴിഞ്ഞാൽ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനനുസരിച്ച് ഡ്രസ്സുകളും ഒക്കെ നമ്മൾ പാരന്റ് അല്ലെങ്കിൽ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. പിന്നെ ആ കുട്ടിയുമായിട്ടുള്ളത് പറഞ്ഞ് മനസ്സിലാക്കും. ഇന്ന വയസ്സ് കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സ് ഇന്ന രീതി ധരിക്കണം, ഇന്നൊരു സമയത്ത് നിനക്ക് ഡെവലപ്മെന്റിന് പ്രയാസങ്ങൾ ഉണ്ടാവും, അത് ഇത്ര ദിവസമാണ്, അത് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, പിന്നെ ബ്ലീഡിങ് വരും, പെയിൻ ഉണ്ടാവും, കാര്യങ്ങൾ ഞങ്ങളോട് പറയണം, അതിനനുസരിച്ച് ഈ ഒരു ഓരോ ദിവസം ഇങ്ങനെ മാറ്റി വെക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കറക്റ്റായി നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ആൺകുട്ടികളാണെങ്കിൽ ഒരു 14-15 വയസ്സാകുമ്പോൾ സ്വന്തം അച്ഛൻ എന്ന നിലയിൽ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പിന്നെ വൈകാരികമായ ചിന്തകളിലൊക്കെ പോവാനുണ്ട്. ഫിസിക്കലി ആയിട്ട് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയമാണ് ആൺകുട്ടികൾക്ക്. അപ്പൊ അവർക്കും പെൺകുട്ടിക്ക് മാത്രം കൊടുത്താൽ പോരാ, ആൺകുട്ടികൾക്കും കൊടുക്കണം. സെക്ഷൽ പിന്നെ ഈ ആയിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്. ഒരാളോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാണ് കാണുന്നത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ പല രീതിയിലും പോകുന്നു. ഇപ്പോ ഈ ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിലെ ന്യൂസ് കണ്ടാണ് ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതെന്താണ്? സെക്ഷലി ആയിട്ടുള്ള അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. മറ്റു തരത്തിലുള്ള ഉപദ്രവമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തെക്കേ ഒരു ഭാഗത്ത്. അപ്പോ അതൊരു നാടിനെ കുറ്റം പറയുന്നല്ല, പല ഭാഗത്തും നമ്മൾ അറിയാവുന്ന കേസുകളാണ് ഇതേപോലെയുള്ള കേസുകൾ. മാക്സിമം എന്താണ് നമ്മുടെ കുട്ടികളെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ മോറൽ വാല്യൂ ഫോർമേഷൻ. കാരണം അവർക്ക് ശരിയും തെറ്റ് ഏതാണ് ഈ പറഞ്ഞത് വെച്ച് തന്നെ നമ്മൾ കൾച്ചറൽ വാല്യൂസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിയും തെറ്റും എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മളെ ഒരു ജനറേഷൻ ഒരു പഴയ ജനറേഷൻ ആണ്. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് അടിച്ചേൽപ്പിക്കാതെ നമ്മുടെ സംസ്കാരം ഇതാണ്. മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഒരു ഹിന്ദുസ് ഒരു മുസ്ലിംസ്, നമുക്ക് മതപരമായിട്ട് നമുക്ക് എപ്പോഴും മതപരമാണ് എല്ലാ കുടുംബത്തിലും പ്രയോറിറ്റി നടക്കുക. അപ്പൊ ആ ഒരു കമ്മ്യൂണൽ റൈറ്റ്സിനെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെ കുട്ടികളുമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. മറ്റു മതം ഹിന്ദുസ് ആണെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകളും അങ്ങനത്തെ കാര്യം കുറെയൊക്കെ നമ്മളെ മക്കളെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കൊടുത്താൽ ആ ഒരു കൾച്ചറൽ വാല്യൂസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ പോവാൻ. അപ്പൊ അവർ സ്വയമായിട്ട് ഇതിലൂടെ റെസ്പെക്റ്റും പിന്നെ എമ്പതിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കേൾക്കുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല സർ, ഇല്ല ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. ഒരു 4 പാരന്റ്സ് നമുക്ക് അറിയാം, പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന് അതോറിറ്റേറ്റീവ് ആണ്. അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് പാരന്റ് ആണ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. സ്നേഹവും ഒരേപോലെ എല്ലാ രീതിയിലുള്ള നിയമങ്ങൾക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കും. കാരണം ആ നിയമങ്ങൾ വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ അവരെ പറഞ്ഞു കൊടുക്കും എന്തിനാണ് ഈ ഒരു നിയമം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മളെ വീട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിയന്ത്രണങ്ങൾ, ഒരു പിടുത്തം പോലെ ഇത്ര വരെ നീ പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പിടുത്തം എന്താണ് പാരന്റ്സ് കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഒരു പശുവിന് ഒരു കയറ് കെട്ടിയ പോലെ എവിടേക്കും വേണം പോയി കഴിക്കാം, പക്ഷെങ്കിൽ നമ്മളെ കൺട്രോൾ ആണ് എന്നുള്ള ഒരു സ്നേഹം. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കേൾക്കാനും അതേപോലെ ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ അവർക്ക് കഴിയും. പിന്നെ മറ്റൊരു പേരന്റ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ. അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് ഭയങ്കര കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളായി വീട്ടില് നിരന്തരമായിട്ട് ഉപദ്രവം. നീ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, ഇന്നതേ പഠിക്കാൻ പറ്റൂ, ഇന്നതേ പോകാൻ പറ്റൂ, ഇന്നതേ കഴിക്കാൻ പറ്റൂ എന്നുള്ളത്. ശിക്ഷ കൂടുതലായിരിക്കും. ഇങ്ങനത്തെ കുട്ടികളായിരിക്കും വളരെ അഗ്രസീവ് ആയിട്ടുള്ള മറ്റൊരു തരത്തിൽ. ഇപ്പൊ അഗ്രസീവ് മീൻസ് ഇങ്ങനത്തെ വളർന്ന കുട്ടികൾ ഒരു 16 ഒരു +2 വരെ പാരന്റിന്റെ കൈ കിട്ടും. പിന്നെ അവരങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല ഇവരെ. കാരണം ഇവര് സ്വയമായിട്ട് അവർ ഫ്രീഡം ഉണ്ടാക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ സബ്സ്റ്റാൻസിലേക്ക് പോകുന്ന ഒരു അഡോളസൻസ് സ്റ്റേജ്, ഈ ഒരു അതോറിറ്റേറിയൻ പാരന്റിന്റെ സമയത്ത്. പിന്നെ മറ്റൊന്ന് പെർമിസീവ് ആണ്. പക്ഷെ ഇവിടെ ഭയങ്കര സ്നേഹമായിരിക്കും കുട്ടികളോട്, എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. പക്ഷെ ഒരു നിയന്ത്രണവും ഇല്ല, ഒരു നിയമങ്ങളും ഇല്ല. അത് അവര് കറക്റ്റ് ആയിട്ട് അവർക്ക് പിന്നെ പാരന്റ് കുട്ടികൾക്ക് എന്താണ് വാങ്ങിച്ചു കൊടുക്കുക, പക്ഷെങ്കിൽ എന്ത് കുട്ടികൾ ചെയ്താലും തെറ്റാണെന്ന് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പാരന്റ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ്, അവർ വളരെ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ ആയിരിക്കും പോവുക. പിന്നെ മറ്റൊന്നാണ് നെഗ്ലക്റ്റ്ഫുൾ. കാരണം അവിടെ ഈ ഒരു സ്നേഹവും നിയന്ത്രണവും ഒന്ന് കുറവായിരിക്കും. എപ്പോഴും കുട്ടീനെ അവഗണിക്കുകയാണ്, നിന്നെ കാണാൻ കൊള്ളില്ല, നിന്നെ പഠിക്കാൻ പറ്റൂല, അതേപോലെ റിജക്ട് ചെയ്യുക, അവോയ്ഡൻസ് ചെയ്യുക, ഇങ്ങനെ പല രീതിയിലും കുട്ടികളെ ഒഴിവാക്കുന്ന ഒരു ചിലപ്പോൾ ഫാമിലി സിസ്റ്റേഴ്സ് ആയും ഭാര്യയും ഭർത്താവും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ കുട്ടികൾക്ക് ഒരു ഇഫക്റ്റീവ് ആവും. പിന്നെ അതേപോലെ നിരന്തരം ഭർത്താവ് അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛന് പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. അതൊക്കെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ബാധിക്കുകയാണ്. കാരണം കുട്ടിക്ക് അവരുടെ സ്നേഹവും പരിഗണനയും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ഒരു പാരന്റ്സിൽ ഏതാണ് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ മക്കൾക്ക് ഏറ്റവും സ്നേഹവും എപ്പോഴും പരിഗണനയും ഏറ്റവും എല്ലാം കൂടുതലാവാതെ ആവശ്യത്തിനെല്ലാം കൊടുക്കുന്ന ഒരു പാരന്റ് ആണോ എന്നുള്ളത് നമ്മളൊരു ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഏതൊക്കെ രീതിയിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഒന്ന് വെർബൽ പ്രൈസ് ആണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നീ നല്ലത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു കാര്യം. കുട്ടി സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, അവൻ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവൻ തന്നെ എല്ലാ സാധനവും എടുത്ത് അവന്റെ ഒരു ബോക്സിലോ ഒരു ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ പോവാതെ, അതേപോലെ നമ്മൾ മുതിർന്ന കുട്ടികൾ ഇവര് പഠിക്കുന്നത് നമ്മൾ കാണുന്നില്ല, പക്ഷെങ്കിൽ അവർ മൊബൈൽ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്നിട്ട് അവള് പറയാണ് ഞാൻ മൊബൈൽ നോക്കുന്നത് മാത്രമേ അമ്മ കാണുന്നുള്ളൂ, ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് ഇത്ര സ്കോറില്ല, പിന്നെ എനിക്ക് ആകാശത്ത് എന്നോട് ചോദിച്ചു വല്ല ആകാശത്ത് നിന്ന് എനിക്ക് ദൈവം തരുന്നതാണോ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഇത്രയും സ്കോറുകൾ, അതെന്റെ പാരന്റ് അംഗീകരിക്കുന്നില്ല. പല അഡോളസന്റും കുട്ടികൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പോ അവർ ചെയ്യുന്ന ഏതൊരു കാര്യം നല്ലതായി കഴിഞ്ഞാലും പിന്നെന്താണ്, അവർക്ക് നല്ല വാക്കാലെ തന്നെ പ്രൈസ് നമ്മൾ കൊടുക്കുക. പിന്നെ റിവാർഡ് സിസ്റ്റമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ സ്റ്റാർ, അതേപോലെ ടോക്കൺസ് ഇതൊക്കെ ആക്കിയിട്ട്, പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത് വാങ്ങിത്തരാൻ പറയുന്നത് പോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടില്ല, വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയും. അപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഓഫറുകൾ മാത്രമേ തരാളോ, ഒന്നും കിട്ടാറില്ല എന്നത്. അപ്പോൾ ഓഫർ നമ്മൾ കൊടുക്കണ്ട, പക്ഷെങ്കിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അതുമൂലം എന്ത് ചെയ്യും, അവർക്ക് എന്താണ് കിട്ടുന്ന സാധനങ്ങൾ അവർ ആസ്വദിക്കുകയും ചെയ്യും. അത് തൃപ്തി അടിയാനും അവർക്ക് അത് അറ്റൻഷൻ ആസ് എ റിവാർഡ് എന്നുള്ളതാണ്. കിട്ടുന്നത് കൊണ്ട് നിന്റെ പാരന്റ് എനിക്ക് ഇത്രേ വാങ്ങിത്തരാനുള്ള ഇതുള്ളൂ, അത് മനസ്സിലായി കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല.
എനിക്ക് കൂടുതലായിട്ട് ആവശ്യമില്ല മറ്റുള്ള സാധനങ്ങൾ, എനിക്ക് ആവശ്യമുള്ളത് പാരന്റ് കറക്റ്റ് ആയിട്ടുള്ള ഇത് തരും എന്നുള്ളത്. പിന്നെ നാച്ചുറൽ റിവാർഡാണ്. നാച്ചുറൽ റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്വാണ്ടിറ്റി ടൈം തന്നെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം നമ്മുടെ കുട്ടികളെ കൂടെ കുറച്ചു നേരം ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും, ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്താണ് ഇപ്പൊ നോമ്പ് കാലം കഴിഞ്ഞ് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയമുണ്ട് ആ അടുത്ത ഒരു നിസ്കാരത്തിനൊക്കെ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ മക്കളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാലും അവര് പിന്നെ കുറെയൊക്കെ മാറ്റങ്ങൾ ഇതേപോലെ മുസ്ലിംസ് മാത്രമല്ല എടുത്തപ്പോ ഒരു സമയം അവർക്കിട്ട്. പിന്നെ മറ്റു മതങ്ങളാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വൈകുന്നേരം പ്രാർത്ഥനാ സമയമൊക്കെ ഉണ്ട്, വൈകുന്നേരം ഇപ്പൊ വിളക്ക് വെക്കുന്ന സമയം അല്ലെങ്കിൽ പിന്നെ കുർബാന ചെല്ലുന്ന സമയം അങ്ങനെയൊക്കെ ഇറങ്ങാം. അപ്പൊ ഈ ഒരു സമയങ്ങളൊക്കെ എന്താണ് നമ്മളെ മക്കളെ കൂടെ എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ട് പൊതുവെയുള്ള പാരന്റ് എന്താണ് അവർ മാത്രം ചെയ്യുക എന്നുള്ളതാണ് മതപരമായിട്ടുള്ള, കുട്ടികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്. അപ്പൊ എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ട് എന്താണ് നമുക്ക് അങ്ങനത്തെ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റി വളർത്താൻ പറ്റും. നമുക്ക് ഉണ്ടായിരുന്ന കുറേയൊക്കെ വിശ്വാസങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ഈ രീതിയിലൊക്കെ നമ്മളെ നല്ലൊരു മക്കളായിട്ട് നല്ലൊരു പാരന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ഒരു ബൗണ്ടറീസുകൾ ഇത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നിയന്ത്രണങ്ങൾ കൂടെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക എന്നതാണ്. നമ്മൾ എങ്ങനെ വളർന്നു, നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് നമ്മളെ വളർത്തിയത്, അതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട്. ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിട്ട് വളർന്നു. ആ ഒരു സ്ട്രിക്റ്റ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അന്നത്തെ കാലം അതായിരുന്നു, സേഫ് ആയിരുന്നു നമ്മളെല്ലാവരും. എല്ലാവരും സേഫാണ്. കാരണം അന്നത്തെ ഒരു സംസ്ഥാനത്ത് പോകില്ല. മാക്സിമം ഒരാൾ പോയിട്ട് തന്നെ ഒരു 20-25 വയസ്സൊരു ടീം പോയി കള്ള് കുടിക്കാൻ പോകും. അല്ലാതെ മയക്കുമരുന്നും അങ്ങനത്തെ ഒരു 10-20 കൊല്ലം മുമ്പ് അതൊന്നും ഇല്ല. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ ആരും എത്തിപ്പെടൂല. ഒരു 2% ആളുകളേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതെന്താണ്, നല്ലൊരു ഡിസിപ്ലിൻ ആണ് നമ്മുടെ പാരന്റ് തന്നത്. ഒരു സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും ഒരു വിഷയം വരുന്നത് റെഡ്യൂസ് ആങ്സൈറ്റി എന്നുള്ളതാണ്. അത് ഒരു ആങ്സൈറ്റി നമുക്ക് എന്നും ഉണ്ടാവും. ആങ്സൈറ്റി ഒരിക്കലും മാറ്റാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ലൈഫിൽ വളർന്നത് കൊണ്ട് ഇപ്പൊ പെട്ടെന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആങ്സൈറ്റി, എനിക്ക് എന്താവാൻ പോവാണ്, എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകും. പക്ഷെ അതൊന്ന് റിയാലിറ്റിയുമായിട്ട് ഒബ്സർവേഷൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആങ്സൈറ്റി എന്തുകൊണ്ടാണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അതിന്റെ ലോസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആങ്സൈറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കുട്ടികൾ എന്താണ്, നമ്മൾ പറഞ്ഞതുപോലെ വളർത്താതെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അവർക്ക് ഫ്രീഡം കൊടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനൊരുപാട് ചില ആളുകൾ പറയും ഒരുപാട് കാശില്ല, എന്റെ മകളൊന്നും കഷ്ടപ്പാടാണ്, എന്റെ മക്കൾക്കൊന്നും. അതിന്റെ ആവശ്യം തന്നെ, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സന്തോഷം ഉണ്ടെങ്കിൽ അത് കൊടുത്തൂടെ? അതെന്തിനാ കാശ്? എന്തിനാണ് കാശ്? നമുക്ക് ആരോഗ്യവും അതേപോലെ അത് ജോലിക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ എവിടെയും നമുക്ക് രക്ഷപ്പെടാം. അതേ സമയത്ത് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് സെൽഫായിട്ട് നമ്മൾ കുടുംബത്തിൽ ഉണ്ടാക്കണം. നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ കുട്ടികളെ അറിയിക്കണം. നമുക്ക് എന്താ വരുമാന മാർഗങ്ങൾ നമ്മളെ മക്കളെയും സ്വന്തം ഭാര്യയെ അറിയും. എനിക്ക് ഇത്ര വരുമാനമുള്ളത്, അതിനെ വെച്ച് നമുക്ക് ജീവിക്കാൻ പഠിച്ചു വരണം എന്നുള്ളത്. ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളെ കാണും. നമ്മൾ അച്ഛനെ തിരിച്ചറിയും, അമ്മയെ തിരിച്ചറിയും മക്കളും. അതിനനുസരിച്ച് അവർക്ക് എന്താണ് നല്ലൊരു ബൗണ്ടറി സെറ്റിങ്സ് അവർ ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു മക്കളെ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അതേപോലെ എല്ലാവരും നമുക്ക് അതേപോലെ നല്ല മക്കളെ തരട്ടെ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളത്. പിന്നെ അതേപോലെ ഇവർക്ക് ഈ ഒരു ബൗണ്ടറീസ് എന്ന് പറയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, പിറ്റേ ദിവസം അത് പാരന്റ് പാലിക്കുന്നില്ല, അത് കൺസിസ്റ്റന്റ് അല്ല, അവിടെ അത് തെറ്റി. അപ്പൊ നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ അത് ജീവിതത്തിൽ അവർക്ക് ലൈഫ് ലോങ് ആക്കി കൊടുക്കുന്ന രീതി. ഒരു പുതിയ സംരംഭം വീട്ടിൽ കുറച്ച് വൈകുന്നേരം എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്നുണ്ട്, അത് തുടർച്ചയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക. അത് നല്ലൊരു കാര്യമാണ്. കുറഞ്ഞ സമയമാണ് നമ്മളെല്ലാവരും മക്കളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് കഴിക്കും എന്നുള്ള ഇന്ന് മുതൽ തീരുമാനം എടുത്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവരെയും ആ സമയത്ത് കൂട്ടി എന്തെങ്കിലും സാഹചര്യം വന്നെങ്കിൽ മാത്രം ഒഴിവാക്കപ്പെടുക എന്നല്ലാതെ ഇതേപോലെ നമുക്ക് എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഇതേപോലെ എന്തെങ്കിലും പ്രയാസം വന്ന് അതിന്റെ കറക്റ്റ് ആയിട്ട് റീസൺ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇന്നൊരു സംഭവം നടന്നിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്, നമുക്ക് നാളെ അതേപോലെ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് അതിന്റെ നാച്ചുറൽ എന്തുകൊണ്ടാണ് വന്നതിന്റെ കാര്യങ്ങൾക്ക് വിശദമായി. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചാടി കയറുന്നത്, അല്ലെങ്കിൽ എനിക്ക് നാളെ കുട്ടി പറയാം എനിക്ക് നാളെ ടൂർ പോയേ പറ്റൂ, അപ്പൊ അയാളെ കയ്യിൽ അല്ലെങ്കിൽ അമ്മേന്റെ കയ്യിൽ കാശ് ഇല്ല, അപ്പൊ നീ എന്തിനാണ് ടൂർ പോകുന്നത്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ടൂർ പോയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു പാറ്റേൺ. അതേ സമയത്ത് തിരിച്ചു വന്ന് കൊടുക്കുകയാണ്, ഞാൻ മാക്സിമം ശ്രമിക്കുക, പക്ഷെങ്കിൽ ഈ ഒരു ടൂർ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടൂറിന് ഞാൻ എന്തായാലും എന്നെ പറഞ്ഞേക്കും എന്നുള്ള ഒരു പാറ്റേൺ. കാരണം കുട്ടിക്ക് ഒരു പ്രതീക്ഷയും കൊടുത്തു, എന്ത് ചെയ്യാം, കുട്ടിക്ക് ഒരു സന്തോഷം, അതിന് പോയില്ലെങ്കിൽ അടുത്തതിന് പോവാലോ എന്നുള്ള
ആ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് കുട്ടി കാമായി ആളും ഓക്കെ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റിങ് നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് പറഞ്ഞതുപോലെ ഓക്കെ ആയിട്ട് വരാനുള്ള സാധ്യത. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് കുട്ടികളെ ഇഷ്യൂസ് ഒന്നും വരും, നമുക്ക് വരും വീക്കുകളിൽ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. എല്ലാം ഓരോ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ നമുക്ക് അതിലൊക്കെ നമുക്ക് മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യുക, കേൾക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ബിഹേവിയർ ഇഷ്യൂസ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ട് അതിലൊക്കെ ഒന്നും ഞാൻ പോകുന്നത് നോർമൽ ടോക്കാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് മറ്റൊരു പ്രയാസം സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ആദ്യം കുട്ടിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടില്ല, കുട്ടി ഭയങ്കരമായിട്ട് കരച്ചിലാണ്, ആ കരച്ചിൽ സമയത്ത് കുട്ടി കരഞ്ഞോട്ടെ, കുട്ടീനെ അവിടെ കരച്ചിൽ സാധനം വാങ്ങിക്കൊടുത്തിട്ട് കരച്ചിൽ നിർത്തുക എന്നുള്ളതല്ല. നമുക്ക് ദൈവം തന്നതാണ് കരച്ചില്, അതേപോലെ സന്തോഷം, ഇമോഷൻസ് ഒക്കെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. അവരത് പ്രകടിപ്പിക്കട്ടെ. കുട്ടി കരയാണെങ്കിൽ കുട്ടി കരയട്ടെ, ചിരിക്കുകയാണെങ്കിൽ ചിരിക്കട്ടെ. മറ്റേതെങ്കിലും പ്രവർത്തനം ഇമോഷൻസിനെ നമ്മൾ സ്റ്റേബിലിറ്റി ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അക്കാദമിക് സക്സസ് എന്ന് പറയുന്നത്. കുട്ടീനെ നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ആ പഠിക്കുന്നതിന് കൂടെ നമ്മളും കൂടി പഠിക്കുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് നമുക്ക് എന്തെങ്കിലും ആ ടോപ്പിക്കിനെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ പാരന്റ് ഒക്കെ ഓക്കെയാണ് കേട്ടോ, എല്ലാവരും ഒരുമിച്ച് പഠിക്കും, അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആളുകളാണ് ഏകദേശം ഒരു 90% പാരന്റുകൾ. അപ്പം കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും കുട്ടിക്ക് ഒരു മോശമായിട്ടൊരു മാർക്ക് കുറയുമ്പോൾ പിറ്റേന്ന് ട്യൂഷന് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് തന്റെ മകൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എവിടെയാണ് അതിന്റെ ബുദ്ധിമുട്ട്? ടീച്ചേഴ്സിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെസൺ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബാക്കി എന്റെ കണ്ടിന്യൂസ് കിട്ടാത്തത്? നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ട്യൂഷന് വിടുക. അതല്ലാതെ എടുത്ത് ചാടി പുറപ്പെട്ട് കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇനി അവിടെ ട്യൂഷന് പോയാലും കുട്ടിക്ക് നമ്മുടെ കാശ് പോകാന്നല്ല, കുട്ടിക്ക് അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടി ഇങ്ങനെ സ്കോർ ചെയ്യും, പക്ഷെ അത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് ചില ആളുകൾ കോപ്പി അടിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ കുട്ടി എന്തെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പല പ്രശ്നങ്ങളും അവിടെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു അവയർ, ഇപ്പോഴത്തെ കാലത്ത് ChatGPT-കളുണ്ട്, യൂട്യൂബുകളുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അടിച്ച് ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ കുറച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് ആ കുട്ടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിലൂടെ എന്ത് ചെയ്യാം, ഈ ഒരു അക്കാദമിക് സക്സസിൽ ഉണ്ടാക്കി തന്നെ ഏകദേശം കുട്ടികൾ സോഷ്യൽ കോൺഫിഡൻസ് ഹൈ ആയിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് ഏറ്റവും വലിയ പ്രഷറാണ് ഈ ഒരു സോഷ്യൽ അക്കാദമിക് സക്സസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ 7ാം ക്ലാസ് മുതലേ തുടങ്ങും ഈ അക്കാദമിക് പ്രഷർ. അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ലെവലുള്ള പഠിക്കുന്നു. ഇപ്പൊ വിഷയത്തിൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 7-ലെത്തിയിട്ടല്ലല്ലോ, 8-ലെത്തിയിട്ടല്ലല്ലോ. കുട്ടി ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ ലെവലൊന്നും എത്തിയിട്ടില്ലല്ലോ. കുട്ടി മാക്സിമം ട്രൈ ചെയ്തു, കുട്ടിക്ക് എത്രയും മാർക്ക് കിട്ടി, 50 അടുത്ത് 40 കിട്ടിയിട്ടുള്ളൂ, 35 കിട്ടിയിട്ടുള്ളൂ, കുഴപ്പമില്ല, കുട്ടി പാസ്സായിട്ടുണ്ടല്ലോ. അത് കുട്ടി പഠിച്ചത് തന്നെയല്ലോ, വെറുതെ അവർ പാസ്സാക്കി വിട്ടതല്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ആ സെൽഫ് എസ്റ്റീം ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികളിൽ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഒരു പറഞ്ഞതൊക്കെ ഒരു ബിൽഡ് കോൺഫിഡൻസ് ടെക്നിക്കുകൾ, അവർക്ക് എന്താണ് എപ്പോഴും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊടുക്കുക. സ്പെസിഫിക് ആയിട്ട് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത്, സ്പെസിഫിക് മീൻസ് കിട്ടാത്ത സാധനമല്ല, അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും കുട്ടിക്ക് നിനക്ക് ഇഷ്ടമുള്ള സാധനം, നീ ഇന്നത് ചെയ്തത് കൊണ്ട്, പഠിച്ചതിൽ ഇത്ര മാർക്ക് കിട്ടിയത് കൊണ്ട് നിനക്ക് ഇന്ന സാധനം വരും, അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അവർക്ക്. അപ്പോൾ നമ്മൾ മുതിർന്നവർ നമുക്കൊരു ജോബിൽ ഒരു പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ ഒരു കമ്പനി നമുക്ക് എന്തെങ്കിലും തരാറില്ലേ, നമുക്കതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. നമ്മളെടുത്ത എഫേർട്ടിന് അത് നമുക്ക് ആ ഒരു ഫീലിങ്സ് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും, വേറെ ആർക്കും അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതേപോലെ ആസ്വാദനം കുട്ടികൾക്കും വരട്ടെ. പിന്നെ അവർക്ക് മാക്സിമം എൻകറേജുകൾ എഫേർട്ട് ഉണ്ടാക്കി എടുക്കുന്ന രീതി പഠനത്തിൽ കൂടെ അല്ല വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടി പറയുന്ന ഒരു യൂട്യൂബിൽ കണ്ടെന്തോ നോക്കി എഴുതിയാൽ അവൻ എന്തെങ്കിലും അവളെന്തെങ്കിലും ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രൈസസ് കൊടുക്കുക. പിന്നെ അതേപോലെ ഏജ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസിബിൾ, ഓരോ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവാർഡുകളും റിവാർഡുകളും കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് വാങ്ങിക്കൊടുക്കാം. ഒരു 10-11 വയസ്സ് 12 വയസ്സുള്ള ഒരാളുടെ കുട്ടിക്കൊന്നും മൊബൈൽ ആവശ്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, 4-5 കുട്ടികളുടെ ഒരു വീട്ടിൽ ഏറ്റവും LKG കുട്ടിയുടെ കയ്യിൽ ഗാലക്സി ഫോണുകൾ മറ്റു ഫോണുകളൊക്കെയാണ്. അതിന്റെ ആവശ്യം എന്താ അവിടെ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ആ സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ കളർ ബുക്ക് കൊടുത്ത്, ഡ്രോയിങ് ബുക്സുകളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി അവിടെ അതിലൂടെ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് വരാനുള്ള സാധ്യത, എനിക്ക് ഇന്നൊരു ക്വാളിറ്റി ഉണ്ട്, നല്ല ചിത്രം വരക്കും, എനിക്ക് ഇന്നൊരു ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് സ്വയമായിട്ട് വരും. അതേകൂടെ തന്നെ കുട്ടി ഏതൊരു മേഖല പരാജയപ്പെട്ടു പോയാൽ സ്വയമായിട്ട് തന്നെ ചിന്തിക്കും, എനിക്ക് ഈ പരാജയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, എന്നെ കുട്ടികൾ കളിയാക്കിയിട്ടുണ്ട്, അതിപ്പോ സാരമില്ല, എനിക്ക് അടുത്തതിന് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എനിക്കുണ്ട്, ഞാൻ അതിൽ കൂടെ പോകുമെന്നുള്ളത്.
പിന്നെ നമുക്ക് ഏറ്റവും നല്ല മോഡൽ കോൺഫിഡൻസ് ആയിട്ട് പാരന്റ് അവിടെ മാറുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ള സക്സസീവ് ആയിട്ടുള്ള നമ്മളെ ദുരന്തങ്ങളല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കഷ്ടപ്പാടുകളല്ല. കഷ്ടപ്പാടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കഥകളിലൂടെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോഴൊക്കെ ഇരിക്കുന്നത് അത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്, ഇന്നത് ഈ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഞാനന്ന് വായന്റെ ഇല തലയിൽ വെച്ചിട്ടാണ് പോയി, അതുകൊണ്ട് നിനക്ക് കുട വാങ്ങി ഞാൻ തരില്ല, നീ നടന്നിട്ട് പോയിക്കോ, സൈക്കിൾ ഇല്ല. ഇതൊക്കെ നമ്മുടെ പാരന്റിങ് സ്റ്റൈലാണല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താണ് നമ്മളൊരു മോഡൽ ആവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ കമ്പാരിസൺ ഒഴിവാക്കുക മറ്റുള്ള ആളുകളിൽ നിന്ന്. അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇവനെ കണ്ടുപിടിക്കുക, അല്ല മൂത്തതിനെ കണ്ടുപിടിക്കുക, ഇടതിനെ കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് കമ്പാരിസൺ. അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. പിന്നെ റെസിഡൻസി, ഏതെങ്കിലും സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത്, അവർക്കൊരു പ്രയാസം വരുന്ന സമയത്ത് അവർ സ്വന്തമായിട്ട് അതിന് ചോയ്സ് ഉണ്ട്. ഈ ഒരു പ്രശ്നം അവർ തന്നെ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതേ പറഞ്ഞതുപോലെ എക്സാം ഫിയർ ഉള്ള കുട്ടിയാണെങ്കിൽ, എക്സാമിൽ മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ, ആ കുട്ടിക്ക് സ്വയമായിട്ട് അവൻ എന്തിൽ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ള അവനോട് തന്നെ ചോദിക്കുക. എങ്ങനെയാണ് നമ്മൾ പഠനത്തിന്റെ ശൈലി ഒന്ന് മാറ്റേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിങ് നിനക്ക് വേണം എന്നുള്ള ആ ചോയ്സസ് അവന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. എനിക്ക് എന്റെ പാരന്റിനോട് എന്റെ വീട്ടിൽ എന്ത് തുറന്ന് പറയാം എന്നുള്ള ഒരു അവസരം എന്റെ പാരന്റ് ഒരുക്കുകയാണ് എന്നുള്ള ഒരു തോട്ട് അവന്റെ മനസ്സിലേക്ക് വരും. ഇതിലൂടെ എന്താണ് അവന്റെ പ്രോബ്ലം സോൾവിങ് അവൻ തന്നെ ടീച്ച് ചെയ്ത് തുടങ്ങും, പഠിച്ചു തുടങ്ങും. അതിലൂടെ അവന്റെ ഇമോഷൻ, അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവൻ വാലിഡേറ്റ് ചെയ്ത് തുടങ്ങും. അതേസമയം അടുത്തൊരു അവസരം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെറിയ രീതിയിൽ അവൻ തുടങ്ങും. പുതിയൊരു ഷെഡ്യൂൾ ഉണ്ടാകും, പഠനത്തിൽ വരും, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നല്ല കോപ്പിംഗ് സ്കില്ലുകൾ ആളുകളിൽ നിന്ന് പഠിക്കും, പാരന്റിന് പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രമിക്കും, നല്ല രീതിയിലുള്ള വീഡിയോസ് കാണും, മീറ്റിങ്ങുകൾ പങ്കെടുക്കും. ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ചെറിയൊരു ബുദ്ധിമുട്ടുന്ന റെസിഡൻസിൽ നിന്നും ആൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫിൽ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പാരന്റ് ആയിട്ട് ഒരൊറ്റ ചോദ്യത്തിലൂടെ, ഒരൊറ്റ ചോയ്സിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിനക്ക് പറഞ്ഞു തരണം? ഈ ഒരൊറ്റ ചോദ്യം മതിയാവും ചിലപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു പാരന്റ് ആവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഫൈനലി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞത് ഇപ്പൊ എല്ലാവരും നിരന്തരമായിട്ട് കേൾക്കുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് മറ്റൊരു എത്ര പഠിച്ചാലും പിന്നെ മനസ്സിലാകാത്തൊരു ഏരിയയും കൂടിയാണ് എന്താണ് ഒരു പാരന്റിങ്. എങ്ങനെയാണ് നമ്മളെ മക്കളൊന്ന് മനസ്സിലാക്കുക, അവരുമായിട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. എത്ര കേസുകൾ നമ്മൾ ഡെയിലി കേട്ടാലും എനിക്കൊക്കെ സ്വയമായിട്ടുള്ളതാണ്. ഇതെങ്ങനെയൊക്കെയാണ് ഡെയിലി, എങ്ങനെയാണ് ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക? ഒരു കുട്ടീനെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് റെഡിയാകുമ്പോൾ അടുത്ത കേസ് വന്നു ഇതേ പ്രശ്നങ്ങൾ തന്നെ. അവിടെ അത് കൊടുക്കുമ്പോൾ കുറച്ചൊരു വ്യത്യസ്തമായ രീതി മാറ്റി പിന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഒരേ ഇഷ്യൂസ് തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ പാരന്റ് മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ പാരന്റിന് എന്തുകൊണ്ടാണ് നമ്മളെ മക്കൾ മനസ്സിലാക്കുന്നത്? ഇതന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് കുറച്ചു നേരം സമയം കൂടി ഇരിക്കാം, സമയം ബാക്കിയുണ്ട്. ഒരു ഡിസ്കഷൻ മോഡിലേക്ക് പോവാം. നിങ്ങൾക്ക് പറയാനുണ്ടോ പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നന്നായിട്ട് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. എങ്കിലും എനിക്കുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരു കുട്ടിയോട് നമ്മള് പെരുമാറുന്ന അതേ രീതിക്കും മറ്റൊരു കുട്ടിയോട് പെരുമാറിയാൽ, നമ്മളുടെ തന്നെ മക്കൾക്ക് പിന്നെ പെരുമാറിയാൽ അത് 10% റിസൾട്ട് കാണണം എന്നില്ല. അതെന്തുകൊണ്ടാണ് സർ? അവിടെ നമ്മൾ അച്ഛനും അമ്മയ്ക്കും വരുന്ന കുട്ടികള് പല സ്വഭാവത്തിൽ വരുന്നു. ഒരേ പേരന്റിങ് ആണ് കൊടുക്കുന്നത്, പക്ഷെ പല റിസൾട്ടിൽ കാണുന്നു. അതെന്തുകൊണ്ടാണ്? അത് നമ്മളൊക്കെ ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഏജ്, അതായത് ഒരു മൂത്ത കുട്ടിക്ക് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ ചെറിയ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. 100% ശരിയാണ്. ഓവറായിട്ടുള്ള സ്നേഹം ആദ്യത്തെ കുട്ടിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് അടുത്ത കുട്ടി ചിലപ്പോൾ 1 or 2 കൊല്ലം കഴിഞ്ഞ് അടുത്ത കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പാരന്റ് ഈ പറഞ്ഞ ഞാൻ അടക്കം പറയും, ഞാൻ കുറെ അതേ പാരന്റ് സ്റ്റൈലാണ് അവിടെ, അതേ സ്നേഹമാണ് ആവശ്യം. എപ്പോഴെങ്കിലും ആ കുട്ടി എന്തെങ്കിലും തരത്തിൽ എന്താണ് കുട്ടിയുടെ മനസ്സാണ്, അല്ലെങ്കിൽ അവര് നമ്മൾ വിചാരിക്കും പോലല്ല, എന്തെങ്കിലും ഒരു തമാശ പോലും നമ്മൾ പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ഒരു ബ്രെയിൻ സിസ്റ്റം എന്താണ് അത് റെക്കോർഡ് ചെയ്യും. എന്നോട് തന്നെ ഇപ്പൊ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞില്ലേ, അത് എന്നോ ഒരു പറഞ്ഞ സംഭവമാണ്. ആ കുട്ടിയുടെ മനസ്സ് എപ്പോഴുള്ള മനസ്സെന്താ, താത്തക്ക് അത് ചെയ്തു കൊടുത്തു, എനിക്കത് ചെയ്തില്ലല്ലോ. കാരണം അതൊന്നും നമ്മൾ മൈന്യൂട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്.
അപ്പൊ നമ്മൾ പറയുന്നത് നല്ല പാരന്റ് ആണ് നമ്മൾ കുട്ടികളൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ വയസ്സിലും നമ്മളെ മക്കൾക്കുള്ള ഏജ് വ്യത്യാസം വഹിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ടത് ഇപ്പൊ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ കുട്ടിക്ക് രണ്ടും ഒരേ സാധനം വാങ്ങുന്നതിന് പകരം വാങ്ങി അതിന് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് ആ സാധനം വാങ്ങി തന്നിട്ട്, നിനക്ക് ഈ ഒരു സമയമാണ്, നിനക്ക് ഇതിനോടാണ് താല്പര്യം, നീ ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ നിന്റെ പ്രായത്തിന് ഇത് പറ്റിയതാണ്, വിശദമായിട്ട്. അപ്പൊ കുട്ടി അവിടെ ഈ സാധനം വാങ്ങിക്കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പൊ നമ്മൾക്കത് ദേഷ്യം പിടിക്കും. അപ്പൊ കുട്ടിക്ക് ഒന്നുകൂടി ഇത് മനഃപൂർവ്വമായിട്ട് അവിടെ ചെയ്തതാണ്, എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ ആ പാരന്റ് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ചിന്ത വരും. അപ്പൊ നമുക്ക് തന്നെ ഇതേപോലെ പ്രയാസങ്ങൾ നമുക്ക് മാനസികമായി. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എന്താ രണ്ടുപേർക്കും ഒരേ സാധനങ്ങൾ വാങ്ങിക്കും, ഒരേ ഡ്രസ്സ്, ഒരേ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ഒരേ ഫുഡ്, ഇങ്ങനെ പലതരം നമ്മൾ അങ്ങനെ പോകും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ കറക്റ്റ് പാരന്റ് ആണ് അവിടെ പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു കിഡ് ഇല്ല അവിടെ. കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ള പാരന്റ് സ്റ്റൈൽ അവിടെ വന്നിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. ഒരേ പാരന്റ് സ്റ്റൈൽ ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ മൈന്യൂട്ട് ആയിട്ട് കാര്യം തന്റെ മകനോ മകളോ ഞാൻ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഒരു കമ്പാരിസൺ ഞങ്ങൾക്കിടയിൽ അവർക്കിടയിൽ കാണിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മകൾക്ക് ഒരു സ്വഭാവം വന്നിട്ടുള്ളത്, നമ്മൾ സ്വയം ചിന്തിക്കണം, ചോദിക്കണം. നമ്മളെ സെൽഫായിട്ട് തന്നെ നമ്മൾ നോക്കുക, എന്തുകൊണ്ടായിരിക്കും വരാന്ന്, അതായത് റീസൺ എന്താണ്, ആ റീസന്റെ ബേക്കിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നല്ലൊരു നല്ലൊരു സോറി കണ്ടിന്യൂ ചെയ്യും മാം. ഞാൻ നെക്സ്റ്റ് പറയാം, മാം കണ്ടിന്യൂ ചെയ്യും. ചന്ദ്രമ മാം പറഞ്ഞു. പറഞ്ഞു. ഓക്കെ, അതെ മാം. എനിവേ വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു സർ. ഒരു ചിലപ്പോ ഈ ഒരുപാട് ലേറ്റ് ആയിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ബിക്കോസ് എന്റെ മക്കളൊക്കെ വലുതായി. ബട്ട് സ്റ്റിൽ സർ പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ നമ്മുടെ ലൈഫിന്റെ സ്ട്രഗിളുടെ ഇടയിൽ, വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഈ മാതിരി ഒരുപാട് കെയർ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം സാറുടെ ഈ ടോക്ക് കേട്ട ശേഷം എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ശരിക്കും. പക്ഷെ സാർ പറയണ മാതിരി ഇപ്പൊ ഞാനും ഇപ്പോഴും ഈ മാതിരി സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ ഫീൽ ആവുന്നുണ്ട്. ദട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ മോള് ചെറുതാവുമ്പോ ഞാൻ എപ്പോഴും അവളെ ഉള്ള ക്ലാസ്സിൽ, ബിക്കോസ് അവളുടെ ബർത്ത് മന്ത് വന്നിട്ട് ജൂൺ ആണ്, അപ്പൊ എനിക്ക് അവളിനെ ആ 3 ഇയേഴ്സിൽ കറക്റ്റ് ആയിട്ട് ചേർക്കാൻ പറ്റിയില്ല. അവള് 4. അപ്പൊ ഞാൻ എപ്പോഴും ആ ചെറുതാവുമ്പോ ഞാൻ പറഞ്ഞത് അവളിനെ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴും പറയും, അമ്മ എപ്പോഴും പറയായിരുന്നില്ലേ ഞാൻ ക്ലാസ്സിലെ വലിയ കുട്ടിയാണ്, അപ്പൊ നീ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ അവൾക്കത് ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്. ഞാനത് ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ നമ്മൾ അറിയാതെ ചെയ്ത ചില കാര്യങ്ങള് കുട്ടികൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി. ഇങ്ങനെ നമ്മള് ശരിക്കും നമ്മുടെ വാക്ക് മൂലം അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ത്രൂ ഓൾസോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് അറിയാതെ ചെയ്യാണ്, പക്ഷെ അത് അവരിനെ എഫക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സങ്കടമുണ്ട് ഈ മാതിരി ക്ലാസ്സസ് അവരുടെ ഗ്രോയിങ് സ്റ്റേജിൽ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത്. വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് സർ. ഇതിലെ യങ് പേരൻസ് ഉണ്ടെങ്കിൽ ദേ ആർ ഓൾ ലക്കി ടു ഹിയർ യു ആൻഡ് ദേ ക്യാൻ സെറ്റ് ആൻ എക്സാമ്പിൾ ടു ദെയർ ചിൽഡ്രൻ ആൻഡ് ഗിവ് ദം. ബിക്കോസ് ഞാൻ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് സർ, ഒരുപാട് നമ്മളെ ന്യൂസിലൊക്കെ കേൾക്കുമ്പോഴും ചെറിയ ചെറിയ കുട്ടികൾ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പേരൻസിനെ ഡിഫിക്കൽട്ടീസിലേക്ക് പുട്ട് ചെയ്യുന്ന രീതിയിലുള്ള മക്കള് ഉണ്ട്. വെൽ ഓഫ് ആണ്, ഫാമിലീസിൽ വെൽ ഓഫ് ആണ്. ഉണ്ടായിട്ടും എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് സർ. അറിയണില്ല. ഒരുപാട് ന്യൂസ് ഇപ്പൊ ഇന്നലെ നോർത്തിൽ എവിടെയോ ഒരു കുട്ടീനെ നീറ്റ് എക്സാം എഴുതാൻ പറഞ്ഞത് കൊണ്ട് കുട്ടി അച്ഛനെ കൊന്നു. വൈന്റെ ക്വസ്റ്റ്യൻ എനിക്ക്, ബിക്കോസ് ഞാൻ ക്ലാസ് എടുക്കുമ്പോ കുട്ടികളെ ഗൈഡ് ചെയ്യാറുണ്ട്. ഈ മാതിരി ക്ലാസ്സസ് കേൾക്കുമ്പോ ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് അവർക്ക് പാസ് ചെയ്യാറുണ്ട്. അപ്പൊ പക്ഷെ പലപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ജുവനൈൽ ഒഫൻസസ് ഒരുപാട് സൊസൈറ്റിയിൽ കൂടിക്കൊണ്ട് വരികയാണ്. പേരൻസ് തന്നെ അൺസേഫ് ആണ്.
സോ ഇതൊക്കെ വൈ ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാവണില്ല സർ. എനിവേ യുവർ ക്ലാസ് വാസ് വെരി എഡ്യൂക്കേറ്റീവ്, വെരി ഇൻഫോർമേറ്റീവ്. സോ താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു. അതേ രീതിയിൽ മോനോ സർ, മോന് അമ്മ ഇങ്ങനെ മോള്, എനിക്ക് 2 മക്കളാണ്. അപ്പൊ മോൻ എപ്പോഴും പറയും അമ്മ മോള് ഒരുപാട് ലാളിച്ചിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഫാമിലീസിൽ എന്റെ മക്കൾ ഇങ്ങനെ പറയാറുണ്ട്. എനിക്കിത് ഞാൻ ചെയ്തു എന്നുള്ളത് അവർ പറയുമ്പോഴാണ് അറിയുന്നത്. മേ ബി എനിക്കത് ഇൻഫോർമേഷൻ ഇല്ലാത്ത കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, അന്നത്തെ കാലത്ത് ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ എവിടെ നിന്നും കിട്ടാനില്ല. കാരണം നമുക്ക് നമ്മുടെ പാരന്റ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതേപോലെയൊക്കെ നമ്മുടെ കുട്ടികൾ. പക്ഷെ ഇപ്പോഴത്തെ അതല്ല, എല്ലാ ഭാഗത്തും സോഷ്യൽ മീഡിയ വന്നു, എൻവിറോൺമെന്റ് ചേഞ്ചസ് ആയി, എല്ലാ കാര്യം നമ്മൾ പറയാതെ തന്നെ കുട്ടികൾക്ക് കിട്ടുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഹൗ ടു എക്സ്പ്രസ് എന്നുള്ള സാധനം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ കിട്ടുന്ന നോളേജുകളൊക്കെ എങ്ങനെയാണ് മറ്റുള്ള മുമ്പിൽ ഒരു വാല്യുബിൾ ആക്കിയിട്ട് ലൈഫിലേക്ക് എങ്ങനെ പകർത്താം എന്നുള്ളത് നമ്മളാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അത് അവർ പറയുന്നത് പോലെ നമ്മുടെ ലൈഫ് അവരെ ബാക്കിൽ നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല, ഒരു ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല, നമ്മളെ ലൈഫിലും ഉണ്ടാവില്ല. നമ്മൾ ജീവിച്ചതുപോലെ നമ്മൾ അങ്ങനെ ജീവിക്കും, അവർ പോകുന്നത് പോലെ അവരും പോകും, അതേപോലെ ഉണ്ടാവും അവിടെ. ബിക്കോസ് എന്റെ ഫാദർ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഫാദർ ആയിരുന്നു, ഒരുപാട് സ്ട്രിക്റ്റ്. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ അടി തന്നെ, ആ രീതിയിലുള്ള സ്ട്രിക്റ്റ് പേരന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ ഫ്രീഡം കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സർ പറയണ മാതിരി ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 10th വരെ ഞാൻ അവർക്ക് ട്യൂഷൻ ഒന്നും വിട്ടില്ല, ഞാനായിട്ട് ഇരുന്ന് പഠിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞതാണ് എനിക്ക് ഫീലായി എനിക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ അവർക്ക് ഹെൽപ്പ് വേണം പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ട്യൂഷൻസ് ഒക്കെ പിന്നീടാണ്, ആഫ്റ്റർ 12th തന്നെ ഞാൻ ട്യൂഷൻസ്ക്കൊക്കെ വിട്ടത് സർ. അതുവരെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. 7-8 ക്ലാസ്സിൽ വരുന്ന കുട്ടികളും ട്യൂഷൻ വിടേണ്ട ആവശ്യമില്ല. അതുവരെയൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ പാരന്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു SSLC 10th ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. കാരണം അവിടെ കുറച്ച് കോമ്പറ്റീറ്റീവ് ആവല്ലോ, അടുത്തൊരു സ്റ്റേജിൽ കടക്കുന്നത് എന്റെ ഇതാണ് അവിടെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കുട്ടിക്ക്. പക്ഷെ എന്താ സർ, ഈ ട്യൂഷൻ ആണ് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഫോർ ബാഡ് ഹാബിറ്റ്സ്. അതും കിട്ടുന്നുണ്ട്. അവർ നമ്മളുടെ കൺട്രോളിൽ നിന്ന് വിട്ടു പോവാണ് സർ. പല ട്യൂഷൻസും നൈറ്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോ കുട്ടികള് നമ്മളെ കൺട്രോൾ വിട്ടു പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ എന്റെ സറൗണ്ടിങ്സ് ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കിയത്. എന്റെ ഈ ഭാഗത്തൊക്കെ സറൗണ്ട്സ് രാവിലെ 8 മണിക്ക് ട്യൂഷൻ തുടങ്ങിയാൽ 9 സ്കൂൾ അരമണിക്കൂർ മുമ്പ് കറക്റ്റ് അവർ വന്ന് സ്കൂൾക്ക് പോകാനുള്ളതേ ഉണ്ടാവും. പിന്നെ ശനിയും ഞായറുകളും ഉച്ചവരെ, അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. വേറെ കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ട്യൂഷൻ സെന്റേഴ്സുകളാണ് എന്റെ ഭാഗത്തൊക്കെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നൈറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട് വേറെ. ഇതൊക്കെ അവര് വലിയ പ്രോഗ്രാം ആയിട്ടും പരിപാടികളൊക്കെ ആയിട്ട് നടത്തി, അത് പഠനം നടക്കുന്നുണ്ടാവില്ല, അവിടെ ആഘോഷങ്ങൾ മാത്രമായിരിക്കും നടക്കുക. അതെ. എനിവേ, താങ്ക് യു മാം. ഇനി വേറെ ആർക്കെങ്കിലും സംസാരിക്കണം, ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കായിട്ട് ആള് വരും, അടുത്തൊരു ട്രെയിനേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാനും വരാം ഇടയ്ക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. സുജില മാം വൈൻഡ് അപ്പ് ചെയ്താലോ? ആർക്കൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഓക്കെ സർ. വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഒരു അരമണിക്കൂർ ഒന്ന് ഓപ്പൺ ആയി കൊടുത്താലേ ഫീഡ്ബാക്കുകൾ പറയേണ്ടവർ പറഞ്ഞോട്ടെ. എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ ഈ ഒരു ഇപ്പൊ പബ്ലിക് ഫാമിലൊന്നും ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഒരു ഫീഡ്ബാക്ക് പറയാന്നുള്ളത് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അപ്പൊ എന്തെങ്കിലും കുട്ടികളെ കാര്യമാകുമ്പോൾ ഒരുപാട് കാര്യം ആർക്ക് ചോദിക്കാനുണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒന്ന് റീപ്ലൈ കൊടുക്കുകയും ചെയ്യാം, മാമിന് തന്നെ റീപ്ലൈ കൊടുക്കാം, അത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു സെഷൻ, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് സെഷൻ നമുക്ക് തന്ന നിസാർ സാറിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.